ഹായ് ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഇന്നൊരു യാത്രയുടെ വ്ളോഗാണേ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാവേ. അപ്പം വെൽക്കം ടു മൈ ചാനൽ സിമ്പിൾ വ്ളോഗ് എ. അപ്പം ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് എങ്ങോട്ടാണെന്നൊക്കെ പറയാം. അതിന് മുന്നേ നമുക്ക് കാപ്പി കുടിച്ചിട്ട് അങ്ങ് തുടങ്ങാമല്ലേ. അപ്പോൾ ദേ നമ്മളൊരു കുഞ്ഞ് തട്ടുകടയിലാണേ കയറിയത്. അവിടെ നിന്ന് ദേ ബെറോട്ടയും മുട്ടക്കറിയും ദോശയും നല്ല മഞ്ഞ കളർ ഉരുളക്കിഴങ്ങ് കറിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ദേ മോക്ക് ഇടിയപ്പം മതിയെന്നും പറഞ്ഞ് അവളും ഇടിയപ്പവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നല്ലവണ്ണം കഴിച്ചിട്ട് ഞങ്ങളുടെ യാത്ര തുടരുവാണേ. നാട്ടിൽ വന്നിട്ട് എങ്ങും പോയില്ല എന്നും പറഞ്ഞിട്ട് ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ മക്കൾക്ക്. എന്നും ഓട്ടം തന്നെയായിരുന്നു. അപ്പോൾ ലോങ് ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ഇതുവരെയും ഒന്നും പിടിക്കാത്ത തെങ്കാശിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാര്യം ഇപ്പോൾ നല്ല മഴയും എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും റെഡ് അലർട്ടൊക്കെ അല്ലേ. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാം, നേരെ തെങ്കാശിയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ടാണ് കേട്ടോ ഇന്നത്തെ യാത്ര. സുന്ദരപാണ്ഡിപുരം ഇല്ലേ, ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് കേട്ടോ അവിടെ സൂര്യകാന്തി പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന നല്ല സീസൺ. അതുമാത്രമല്ല അവിടെ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിങ്ങും നടന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് കാണാം എന്നാണ് ഇന്നത്തെ യാത്രയുടെ ഒരു ഉദ്ദേശം. അപ്പം ഫസ്റ്റ് നമ്മൾ തെമ്മല വഴിയാണേ പോയത്. അപ്പം നമുക്ക് തെമ്മല ഡാം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പ്രതീക്ഷയില്ലായിരുന്നു, മഴ ആയതുകൊണ്ട് തന്നെ അവിടെ അടച്ചിട്ടുണ്ടാവും, നമ്മുടെ കയറ്റി വിടത്തില്ല എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ നമുക്കവിടെ കയറാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അത്ര വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നേ. അങ്ങനെ ഞങ്ങൾ തെമ്മല ഡാമിലേക്ക് പോവുകയാണ്. ഡാമൊക്കെ കാണാമെന്നും പറഞ്ഞ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കേട്ടോ ഈ തെമ്മല ഡാം എന്ന് പറയുന്നത്. പോകുന്ന വഴി നല്ല രസമാണ്. രണ്ട് സൈഡും നിറയെ കാടും നടുക്കൊരു റോഡും കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഫുള്ളിങ്ങനെ കാട് പിടിച്ച് കിടക്കുവാണേ. ഇതേ നമ്മൾ ദൂരെ നിന്ന് നമ്മുടെ ഡാം കണ്ടിട്ടുണ്ട്. പോകുന്ന വഴിയിൽ ഒരുപാട് കുരങ്ങന്മാരും ഉണ്ട് കേട്ടോ കൂട്ടായിട്ട്. അങ്ങനെ മഴ പെയ്തതുകൊണ്ട് തന്നെ ഫുള്ള് കലങ്ങി തെളിഞ്ഞ് കിടക്കുമായിരുന്നേ വെള്ളമൊക്കെ. പിന്നെ പെട്ടെന്ന് എത്താമെന്നും പറഞ്ഞ് ഇപ്പോൾ ആരും അങ്ങോട്ട് പോകണ്ട, ഒരുപാട് നടക്കാനുണ്ട്. നടക്കാൻ മാത്രമല്ല, ഒരു 150 സ്റ്റെപ്പോളം നമുക്ക് മുകളിലേക്ക് കയറണം, അത്രയും നടക്കാനുണ്ട്. അപ്പം പ്രായമായവർ കൂടെ പോവുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലത്തെ ഒരു 150 പടിയോളം മുകളിലേക്ക് കയറിയാൽ മാത്രമേ ഡാമിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്താറും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇവരൊക്കെ മത്സരിച്ച് കയറുവാണേ. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവരും തളർന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഡാമിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ ഒരു കുഞ്ഞൊരു ഷെഡ് പോലത്തെ സംഭവമില്ലേ, അതൊരു ഓഫീസാണേ. ഇവിടെ നമ്മൾ നമ്മുടെ പേരും ഫോൺ നമ്പരും അഡ്രസ്സും ഒക്കെ നമ്മൾ എവിടെ നിന്ന് വരുന്നതാണെന്നൊക്കെ എഴുതി കൊടുക്കണമേ. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഡാമിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു. ഇതാണ് നമ്മുടെ തെമ്മല ഡാം കേട്ടോ. കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഇത്രയും സ്റ്റെപ്പ് കയറിയാൽ എന്താ, ഇത്രയും മനോഹരമായൊരു കാഴ്ച കാണാൻ പറ്റുന്നില്ലേ, അത് തന്നെ വലിയൊരു ഭാഗ്യം കേട്ടോ. കാര്യം അത്രയ്ക്കും നമ്മുടെ കണ്ണിനൊക്കെ നല്ല കുളിർമ നൽകുന്ന ഒരു അടിപൊളി കാഴ്ചയല്ലേ ഈ ഒരു കാഴ്ച. ആ ഒരു മലനിരകളൊക്കെ കിടക്കുന്ന കണ്ടില്ലേ, നമ്മളൊരു പിക്ചറിൽ എങ്ങനെ വരയ്ക്കും അതേപോലെ ഉണ്ടല്ലേ ഈ ഒരു മലനിരകളൊക്കെ. ഇത് നേരിട്ട് കാണാൻ അത്രയ്ക്ക് അടിപൊളിയാണേ. അതും നല്ല മഴയൊക്കെ ഉള്ളൊരു ടൈം ആയതുകൊണ്ട് തന്നെ മഞ്ഞൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുമായിരുന്നേ. അങ്ങനെ അതൊക്കെ നമ്മൾ കാണുവാണ്. ഇത് ഡാമിൻ്റെ ഇപ്പറ സൈഡാണേ. അവിടെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട് കേട്ടോ. ഈ തൂക്കുപാലം കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ബട്ടർഫ്ലൈ പാർക്കിലേക്കും പോവാവേ. അങ്ങനെയാണ് ഇവിടെ നിന്നവർ പറഞ്ഞത്. അങ്ങനെ ഇത് ഡാമിൻ്റെ നേരെയുള്ള ഭാഗം. അങ്ങനെ ഇതൊക്കെ ഒന്ന് ഫുള്ള് കറക്കി കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ തെമ്മല ഡാം. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനി തിരിച്ചിറങ്ങണമല്ലോ. തിരിച്ചിറങ്ങാനായിട്ട് വേറെ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങാതെ പോകാൻ വേറൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വേറൊരു വഴിയാണ് ഇനിയുള്ള നടത്തം. ഇന്ന് ആദിലും മെഹറും കൂടാതെ വേറൊരാളെയും കൂടെ കണ്ടില്ലേ, അതാണ് കേട്ടോ ഹെയ്സു. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരുപാട് നീരുറവുകളുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് മുഖമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. നല്ല തണുത്ത വെള്ളമായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കാറൊക്കെ എടുത്ത് വീണ്ടും തെങ്കാശിയിലേക്കുള്ള യാത്രയാണേ. തെങ്കാശിയല്ല, സുന്ദരപാണ്ഡിപുരം. അങ്ങനെ അങ്ങോട്ടുള്ള യാത്രയായിരുന്നേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ തമിഴ്നാട് ബോർഡർ ആയിട്ടുണ്ടെന്ന്. കാര്യം ഇനി അങ്ങോട്ട് തമിഴ് ബോർഡുകളും അവരുടെ ഓരോ രീതിയൊക്കെയാണ് കേട്ടോ ഇനി കാണുന്നത്. അടിപൊളി വയലുകളും നല്ല നല്ല കാഴ്ചകളായിരുന്നേ. ഇന്ന് ഇവിടുത്തെ ഒരു കാറ്റുണ്ടല്ലോ, എനിക്കാണെങ്കിൽ ഞാൻ എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അമ്മാതിരി കാറ്റായിരുന്നേ. എന്നുവെച്ചാൽ എനിക്ക് തിരിച്ചിങ്ങനെ കയറാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് നല്ല കാറ്റായിരുന്നേ. ഇങ്ങനെ പോയപ്പോഴത്തേക്കാണ് നെല്ലിക്കത്തോട്ടം കണ്ടതേ.
ദേ നെല്ലിക്ക നിൽക്കുന്നുണ്ടോ, നല്ല വലിയ വലിയ നമ്മുടെ നെല്ലിക്ക. അങ്ങനെ ദേ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നെല്ലിക്ക വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ ഫ്രഷായിട്ട് മരത്തിൽ നിന്ന് ഇങ്ങനെ പറിച്ച് തരുവാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ദേ നമുക്ക് ഒരുപാട് നെല്ലിക്ക, ഞങ്ങൾ 2 കിലോ നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഉണ്ട നെല്ലിക്ക. എനിക്കിത് കണ്ടിട്ടുണ്ടല്ലോ, എല്ലാ മരത്തിലും നിറയെ നെല്ലിക്കയായിരുന്നേ. ഇത് എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ വളർന്നു വരുന്നതെന്ന് അറിയത്തില്ല. ദേ ഞങ്ങൾ വാങ്ങിച്ച നെല്ലിക്ക അവർ ഫ്രഷ് ആയിട്ട് മരത്തിൽ നിന്ന് ഇങ്ങനെ പറിച്ചാണ് കേട്ടോ ഇട്ട് തന്നുകൊണ്ടിരുന്നത്. അത് കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരിൽ നിന്ന് കുറച്ച് നെല്ലിക്കയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ സുന്ദരവാടിപുരത്തേക്ക് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലേ, സിനിമകളിൽ മാത്രമേ ഇത്രയും വലിയ സൂര്യകാന്തി പാടങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇത് നേരിട്ട് കണ്ടതിൽ വലിയൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നേ ഞാൻ. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇറങ്ങി ഇന്ന് ഫോട്ടോ എടുക്കണമെങ്കിലും അല്ലെങ്കിൽ വീഡിയോ എടുക്കണമെങ്കിലും ഒരാൾക്ക് 25 രൂപ വെച്ച് അവിടെ അടയ്ക്കണമെന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ കുറച്ച് സൂര്യകാന്തിയുടെ പിക്ചറൊക്കെ എടുത്തിട്ട് ഞങ്ങളിതേ നേരെ മുന്നോട്ട് പോവുകയാണ്. ഇത് ഫുള്ള് തെങ്ങിൻ തോപ്പാണ്. കുഞ്ഞു തെങ്ങുകളിൽ തന്നെ തേങ്ങ വരാൻ തുടങ്ങിയിട്ടുണ്ടേ. പിന്നെ ഒരുപാട് കൃഷിയിടങ്ങളാണ്, ചോളം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു സൂര്യകാന്തി പാടവും കൂടെ കണ്ടു. അങ്ങനെ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സീസണാണ് കേട്ടോ. ജൂലൈ മുതൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, സെപ്റ്റംബർ വരെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത്. ഇത് കാണാൻ തന്നെ നല്ല രസം. ഈ ഒരു കാറ്റ് കണ്ടില്ലേ, ഈ കാറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഫുള്ള് അവിടെ അങ്ങ് നിൽക്കാൻ തോന്നുവേ, അത്ര നല്ല കാറ്റായിരുന്നേ. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇവിടെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ 25 രൂപ അടയ്ക്കണം. പിന്നെ ഇതൊരു പ്രശസ്തമായ സ്ഥലമാണ്, നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് കേട്ടോ അന്യം മൂവിയിലെ മറ്റേ റണ്ടക്ക പാട്ടെടുത്തില്ലേ, ആ ഒരു ഷൂട്ടിംഗ് പ്ലേസേ. അന്യൻ പാറ എന്നാണ് കേട്ടോ ഇവിടെ അറിയപ്പെടുന്നത്. അടിപൊളി സ്ഥലമായിരുന്നേ കാണാൻ. ഇവിടത്തെയും കാറ്റുണ്ടല്ലോ, രക്ഷയില്ല കേട്ടോ, അത്ര നല്ല കാറ്റായിരുന്നേ. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നിട്ടുണ്ടായിരുന്നു. ഇത് ഷൂട്ടിംഗ് ഒക്കെ ഒരുപാട് നടന്നിട്ടുള്ള പ്ലേസാണേ. പിന്നെ നമ്മളിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. കാര്യം അത്രയ്ക്ക് നല്ല കാറ്റായിരുന്നേ. കാറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പറഞ്ഞിരുന്നു, ഇത്രയും നല്ലൊരു തണുത്ത കാറ്റ് ഞാൻ ഇതുവരെ ആസ്വദിച്ചിട്ടില്ല. അത്രയ്ക്ക് നല്ല കാറ്റും നല്ല എന്താ പറയുന്നേ, നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട്. വയലും ഒക്കെ. പിന്നെ തമിഴിലെ ഫിലിം സ്റ്റാറൊക്കെ ആ പാറയിൽ എല്ലാം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വയലിൽ കൃഷി എടുക്കുന്നവരെയൊക്കെ കണ്ടു കേട്ടോ. വയലിൽ ഞാറൊക്കെ നട്ടിങ്ങനെ വളർന്നു വരുമായിരുന്നേ. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ ഈ പാറയുടെ താഴെ ഒരു താമരക്കുളമുണ്ട്, അതും കാണിച്ചു തരാവേ. നല്ല രസമുള്ള ഒരു അന്തരീക്ഷമായിരുന്നേ. നമ്മൾ കുറച്ച് നേരം ഈ പാറപ്പുറത്തിരുന്നു. നല്ല രസമായിരുന്നു ഈ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ വന്നിരിക്കാനായിട്ടേ. ഈ ഒരു വയലും പാടവും ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു കുളിർമയാണ്. ഇന്നത്തെ യാത്ര വെറുതെ ഒന്നും ആയില്ല, അടിപൊളി യാത്രയായിരുന്നേ. പിന്നെ നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. അങ്ങോട്ടുള്ള യാത്ര അറിയാമല്ലോ, നമുക്ക് ഹോട്ടലൊന്നും അങ്ങോട്ട് മനസ്സിൽ പിടിക്കത്തില്ല. അപ്പം ഉച്ചയ്ക്കത്തെ ലഞ്ച് ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. നമ്മൾ ലേസും പാക്കറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ലഞ്ചൊന്നും കഴിച്ചിട്ടില്ലായിരുന്നേ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ താമരക്കുളം. ഇതിൽ നിറയെ താമരയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിക്കുവാണ് അവിടെ നിന്ന്. ഇവിടെ മഴയും പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ചെറിയ കോള് പോലെയൊക്കെ ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. മഴക്കാറില്ലേ, അതുപോലെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെയും നമ്മൾ കുറച്ച് സ്ഥലങ്ങളിൽ പോയി. എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോ ഫുള്ളാവണം എടുക്കാൻ പറ്റിയില്ല. എൻ്റെ മൊബൈലിൽ ചാർജും തീർന്നു പോയിട്ടുണ്ടായിരുന്നേ. തിരിച്ചു വന്ന വഴിയിൽ ഇങ്ങനത്തെ ഒരു അടിപൊളി ഒരു കാഴ്ച കണ്ടവിടെ വണ്ടി നിർത്തിയതാണേ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. തിരിച്ചെത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നേ. നമ്മുടെ നാട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല മഴയുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.